നമസ്കാരം. 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 2. അപ്പോൾ ഇന്നത്തെ പരീക്ഷയാണ്. ഇന്നത്തെ പോർഷൻസ് ഒന്നുകൂടെ ഞാൻ പറയാം. കമ്പ്യൂട്ടർ സയൻസിലെ ഇൻപുട്ട് ഡിവൈസസ് ഫുള്ളായിട്ട് പ്രീവിയസ് ക്വസ്റ്റിനും +1 പോർഷൻസും അടക്കം. പിന്നെ 10th സ്റ്റാൻഡേർഡ് ബയോളജി ചാപ്റ്റർ 1 അറിയാനും പ്രതികരിക്കാനും. പിന്നെ ഞാൻ അഡീഷണൽ ആയിട്ട് തന്നത് നമ്മുടെ 5th സ്റ്റാൻഡേർഡ് കമ്പ്യൂട്ടർ സയൻസ് ഫുള്ളായിട്ട് അഡീഷണൽ ആയിട്ട് ഇന്ന് നമ്മുടെ ടെലഗ്രാം ചാനൽ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും നമ്മുടെ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ കയറിയിരിക്കണം. അതിനകത്തുള്ള എല്ലാ അപ്ഡേറ്റുകളും കൊടുക്കുന്നത്. പിന്നെ മലയാളം പര്യായവും ഉണ്ട്, അതുപോലെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ നിന്നുള്ള വൊക്കാബുലറിയും ഉണ്ട്. ഇത്രയാണ് നമുക്കിന്ന് പഠിക്കാൻ തന്നിരുന്നത്. അപ്പോൾ എന്തായാലും ഒരു പരീക്ഷ എഴുതി നോക്കാം. മാർക്ക് കമന്റ് ചെയ്യുക. 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 13 മാർക്കിൽ കുറയാൻ ആർക്കും പാടില്ല. ഓക്കെ, അത്രയ്ക്ക് നന്നായിട്ട് സമയം എടുത്ത് ആണ് നമ്മൾ പഠിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ഓരോ ക്വസ്റ്റ്യൻ വായിക്കും, എഴുതാനുള്ള സമയം തരും, ഉത്തരം എഴുതുക, തെറ്റിക്കരുത്. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്ന സവിശേഷതകൾ പരിശോധിച്ച് അനുയോജ്യമായത് കണ്ടെത്തുക. 2 സവിശേഷതകളാണ് തന്നിരിക്കുന്നത്. ആക്സോണിന് പോഷക ഘടകങ്ങൾ ഓക്സിജൻ തുടങ്ങിയവ നൽകുക. 2 ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക. ഇത് എന്താണ്? ഓപ്ഷൻ എ സിനാപ്സ്, ബി മെനിഞ്ചസ്, സി മൈലിൻ ഷീത്ത്, ഡി സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, മൈലിൻ ഷീത്ത്. മൈലിൻ ഷീത്തിന്റെ പ്രധാന ധർമ്മങ്ങളാണ് ആക്സോണിന് പോഷക ഘടകങ്ങൾ ഓക്സിജൻ തുടങ്ങിയവ നൽകുക, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഇൻസുലേറ്ററായി വർത്തിക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുക. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ സെറിബ്രത്തിന്റെ സവിശേഷതയിൽ പെടാത്തത് കണ്ടെത്തുക. എ ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നു, ബി പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു, സി ചിന്ത ബുദ്ധി ഓർമ്മ എന്നിവയുടെ കേന്ദ്രം, ഡി ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ബി ആണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ആരാണ്? സെറിബെല്ലമാണ്. ബാക്കി 3 ഓപ്ഷൻ സെറിബ്രോ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്തെ ചോദ്യം, മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻസ് നോക്കാം, ഉത്തരം എഴുതാം. ഉത്തരം ഓപ്ഷൻ സി ആണ്, പാർക്കിൻസൺസ്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങളാണ് അൽഷിമേഴ്സ്, അപസ്മാരം, പാർക്കിൻസൺസ്, പേവിഷബാധ. ഇതിലെ പാർക്കിൻസൺസിന്റെ കാരണം മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം. കൂടാതെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുന്നു. ഈ 2 കാരണങ്ങളാണ് പാർക്കിൻസൺസ് രോഗത്തിന്റെ കാരണം. 4 മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശം ഏത്? എ ഒളിഗോഡെൻഡ്രോസൈറ്റ്, ബി ഗാബ, സി CSF, ഡി ഒളിഗോഡെൻഡ്രിക്കിൾ. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഒളിഗോഡെൻഡ്രോസൈറ്റ്. 5 താഴെ പറയുന്നവയിൽ നിന്നും നാഡീയ പ്രേഷകങ്ങൾക്ക് ഉദാഹരണം കണ്ടെത്തുക. എ അസറ്റൈൽ കോളൈൻ, അസറ്റൈൽ എന്നും കൂടെ ഉണ്ട്, അസറ്റൈൽ കോളിൻ, ബി ഡോപ്പമിൻ, സി ഗാബ, ഡി ഇവയെല്ലാം. ഡി ആണ്, ഇവയെല്ലാം. ഗാബ ഫുൾ ഫോം എന്താ? ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ്. ഇത് മദ്യം മസ്തിഷ്കത്തിലെ ഗാബയുടെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു എന്ന് മദ്യോ റിഫ്ലക്സ് എന്ന പോർഷനിൽ പറഞ്ഞില്ലായിരുന്നോ? 6 താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത് കണ്ടെത്തുക. ശിരോനാഡികളുടെ എണ്ണം 12 ജോഡി. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബെല്ലം. ആന്തര സംസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്കുവഹിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് തലാമസ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. ഇതില് ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, ശിരോനാഡികളുടെ എണ്ണം 12 ജോഡിയാണ്. മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. അതാണ് ഇവിടെ തെറ്റിപ്പോയത്. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്കുവഹിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഹൈപ്പോതലാമസ്. ഡി പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം.
ഇതൊക്കെയാണ് ഇവിടെ വന്ന മിസ്റ്റേക്ക്. അപ്പൊ ശരിയായത് ശിരോനാഡികളുടെ എണ്ണം 12 ജോഡി എന്നുള്ളത്. 7. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. ഏണാങ്കൻ, സോമൻ, ഭാസ്കരൻ, ഇന്ദു. ഉത്തരം സി ആണ്. ഭാസ്കരൻ എന്നാൽ സൂര്യൻ. ഏണാങ്കൻ, സോമൻ, ഇന്ദു ചന്ദ്രന്റെ പര്യായ പദങ്ങളാണ്. 8. തത്തയുടെ പര്യായ പദങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ശുഗം, കീരം, ശാരിക, രസന. ഡി ആണ് രസന. രസന, രസജ്ഞ, ജിഹ്വ നാവിന്റെ പര്യായ പദങ്ങളാണ്. ബാക്കി ശുഗം, കീരം, ശാരിക തത്തയുടെ പര്യായ പദങ്ങളാണ്. 9. മീനിങ് ഓഫ് ആർബിട്രറി. ഓപ്ഷൻ നോക്കുക, ഉത്തരം എഴുതുക. എ ആണ് കാപ്രീഷ്യസ്. ആർബിട്രറി എന്നാൽ ഏകപക്ഷീയമായ, സ്വേച്ഛാധിപത്യപരമായ, അനിയന്ത്രിതമായ, വസ്തുനിഷ്ഠമായ എന്നൊക്കെയാണ് മീനിങ്. 10. മീനിങ് ഓഫ് ക്ലിക്ക്. ഓപ്ഷൻ നോക്കുക, ഉത്തരം എഴുതുക. ക്ലിക്ക് ഓപ്ഷൻ സി ബോഡി. ക്ലിക്ക് എന്നാൽ ബോഡി, കമ്മ്യൂണിറ്റി, കൂട്ടം എന്നാണ് അർത്ഥം. 11. താഴെ തന്നിരിക്കുന്നവയിൽ കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ബാർകോഡ് റീഡർ, പ്ലോട്ടർ, ബയോമെട്രിക് സെൻസർ, ഡിജിറ്റൽ ക്യാമറ. ഉൾപ്പെടാത്തത് ബി ആണ്, പ്ലോട്ടർ. പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. 12. താഴെ പറയുന്നവയിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. സ്മാർട്ട് കാർഡ് റീഡർ, സ്പീക്കർ, മോണിറ്റർ, പ്രിന്റർ. ഓപ്ഷൻ എ സ്മാർട്ട് കാർഡ് റീഡർ. സ്മാർട്ട് കാർഡ് റീഡർ എന്നത് ഇൻപുട്ട് ഉപകരണം. സ്പീക്കർ, മോണിറ്റർ, പ്രിന്റർ എന്നിവ ഔട്ട്പുട്ട് ഉപകരണങ്ങൾ. 13. ഈ ചോദ്യം 5th സ്റ്റാൻഡേർഡ് കമ്പ്യൂട്ടർ ഞാൻ ഫുള്ളായിട്ട് ഇന്ന് പഠിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. നോട്ട്സ് എല്ലാം ടെലഗ്രാമിലാണ് കൊടുക്കുന്നത്. ടെലഗ്രാമിൽ ജോയിൻ ചെയ്തേക്കാം. വീണ്ടും പറയാം. ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. 13. ആകാശ കാഴ്ചകൾ കമ്പ്യൂട്ടറിൽ ചിത്രീകരിക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ ഏതാണ്? എ ഫ്രാക്ഷൻ മാച്ചർ, ബി സ്റ്റെല്ലേറിയം, സി ഓപ്പൺ ഓഫീസ് റൈറ്റർ, ഡി ജിയോജിബ്ര. ഉത്തരം ബി ആണ് സ്റ്റെല്ലേറിയം. ആകാശ കാഴ്ചകൾ കമ്പ്യൂട്ടറിൽ ചിത്രീകരിക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ ആണ് സ്റ്റെല്ലേറിയം. ഫ്രാക്ഷൻ മാച്ചർ ഗെയിം ആണ്. ഫ്രാക്ഷൻ മാച്ചർ ഗെയിം ആണ്. ഓപ്പൺ ഓഫീസ് റൈറ്റർ എന്നത് ലിബർ ഓഫീസ് പാക്കേജിലെ വേർഡ് പ്രോസസർ സോഫ്റ്റ്വെയർ ആണ് ഓപ്പൺ ഓഫീസ് റൈറ്റർ. ജിയോജിബ്ര എന്നാൽ എന്താ? ജാമിതീയ രൂപങ്ങൾ. ജാമിതീയ രൂപങ്ങൾ എന്നാൽ ജോമെട്രിക് ഫിഗേഴ്സ്. ജാമിതീയ രൂപങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ജിയോജിബ്ര. 14. OCRന്റെ ഫുൾ ഫോം. ഓപ്ഷൻ നോക്കുക, ഉത്തരം എഴുതുക. ഉത്തരം ഓപ്ഷൻ എ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ എന്നോ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ എന്ന് കൊടുത്താലും ശരിയാണ്. OCR എന്ന് പറയുന്ന ഇൻപുട്ട് ആണേ, ഇൻപുട്ട് ഉപകരണം. 15. ആൽഫ ന്യൂമറിക് ഡേറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏത്? മൗസ്, ജോയിസ്റ്റിക്, കീബോർഡ്, ലൈറ്റ് പെൻ. ഉത്തരം സി ആണ് കീബോർഡ്. ആൽഫ ന്യൂമറിക് എന്നാൽ ആൽഫബറ്റ്സും നമ്പേഴ്സും ഒക്കെ എൻട്രി ചെയ്യാൻ, ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാ? കീബോർഡ്. അപ്പൊ ഇത്രയാണ് ഇന്ന് പഠിക്കാൻ തന്ന പോർഷൻസ്. അപ്പോൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? മാർക്കൊന്ന് താഴെ കമന്റ് ചെയ്യുക. ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ ആ പോർഷൻ ഇപ്പൊ തന്നെ എടുത്തൊന്ന് റിവൈസ് ചെയ്തേക്കാം. അപ്പൊ നാളെ ഡേ 3 നാളത്തെ പോർഷനായിട്ട് കാണാം. ടെലഗ്രാമിൽ ചെക്ക് ചെയ്യുക, ഞാൻ രാത്രി പോർഷൻ ഇട്ട് തരും. ഓക്കെ, അപ്പൊ വീണ്ടും കാണാം. താങ്ക് യു.